ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, that seeing your love others might know that you are my disciples. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് ലോകമറിയും. That is the new commandment given by the Lord himself. അതാണ് കർത്താവ് തന്നെ നൽകിയ പുതിയ കൽപ്പന എന്ന് പറയുന്നത്. If you read the end of the prayer of the Lord Jesus Christ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയുടെ അവസാനം ശ്രദ്ധിക്കുമ്പോൾ, John's Gospel chapter 17 and verse 26, യോഹന്നാന്റെ സുവിശേഷം 17-ാം 26-ാം വാക്യം, he remembers the love with which he was loved by the Father. പിതാവിനാൽ താൻ സ്നേഹിക്കപ്പെട്ട സ്നേഹത്തെക്കുറിച്ച് താൻ ഓർക്കുന്നു. But then he prayed there, Lord Father, let them be in that love. പ്രിയ കർത്താവ് ആഗ്രഹിക്കുന്നത് ആ സ്നേഹം അവരിലും ഉണ്ടാകണമെന്നാണ്. You can read John's Gospel chapter 15 and verse 9. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 9-ാം വാക്യം വായിച്ചു നോക്കുക. You can be fruitful if you continue in the love of the Lord Jesus Christ. യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിങ്ങൾ നിറയുന്നുവെങ്കിൽ നിങ്ങൾ ഫലം കായ്ക്കുന്നവരായി തീരും. The ultimate factor that is required today among the people of God is the love of the Lord Jesus Christ. ദൈവജനത്തിന്റെ ജീവിതത്തിൽ ആത്യന്തികമായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവസ്നേഹം ഉണ്ടാകണമെന്നുള്ളതാണ്. Did not the risen Lord, when he wrote the first thing through Apostle John to the churches in Asia, ഏഷ്യ മൈനറിലുള്ള സഭകൾക്ക് യോഹന്നാൻ എഴുതുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം ആദ്യമായിട്ട് പറയുന്നത്, the first charge, the first thing, the first letter, the first word that came out of the mouth of the Lord, നമ്മുടെ കർത്താവിന്റെ വായിൽ നിന്ന് വന്നതായ ആദ്യത്തെ വാക്കിതായിരുന്നു. Revelation chapter 2 and verse 4 would say that you have left your first love. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നത് നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നാണ്. Oh, how essential it is that we might know the desire of the Lord, that his people might comprehend and be constrained with the love of the Lord Jesus Christ. ദൈവത്തിന്റെ ജനം ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് ഗ്രഹിക്കുകയും ആ സ്നേഹത്തെ നിർബന്ധിക്കപ്പെടുകയും ചെയ്യണമെന്നുള്ളത് ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. Then question comes to mind. എന്നാൽ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. What is to comprehend in the love of the Lord Jesus Christ? യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് എന്താണ് ഗ്രഹിക്കാനുള്ളത്? Where is that love? എവിടെയാണ് ആ സ്നേഹം? How is that manifested? എങ്ങനെയാണ് വെളിപ്പെടുത്തിയത്? How can I know that love? എങ്ങനെ എനിക്ക് ആ സ്നേഹത്തെക്കുറിച്ച് അറിയാം? Yes, before you are being constrained with that love, ആ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെടുന്നതിന് മുമ്പ് you need to be comprehending that love. ആ സ്നേഹത്തെക്കുറിച്ച് നാം ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. It is because many of us have not really understood or comprehended that love. പല ആളുകളും ദൈവസ്നേഹത്തെക്കുറിച്ച് യഥാർത്ഥമായ നിലയിൽ ഗ്രഹിച്ചിട്ടില്ല. They are not constrained with that kind of love. ആ അത്തരത്തിലുള്ള സ്നേഹത്താൽ അവർ നിർബന്ധിക്കപ്പെടുന്നില്ല. The agape love, ആ അഗപ്പെ സ്നേഹം, the divine love, ആ സ്വർഗീയമായ സ്നേഹം, the love that came from God to each one of us. ആ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ദൈവത്തിൽ നിന്ന് വന്ന അതേ സ്നേഹം. So may I first turn your attention to comprehending the love of the Lord Jesus ദൈവ Christ. സ്നേഹത്തെക്കുറിച്ച് എങ്ങനെ ഗ്രഹിക്കാൻ കഴിയുമെന്നുള്ള ചിന്തയിലേക്ക് ഞാൻ ആദ്യം നിങ്ങളെ കൊണ്ടുപോകട്ടെ. Worst of all verses would be only one that would outstand. ആ വാക്കുകളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു വാക്യമുണ്ട്. It is John's Gospel chapter 3 and verse 16. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യമാണ്. Keep that verse before you. ആ വാക്യം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കട്ടെ. And you can use a microscope and look at that verse from any angles. ആ മൈക്രോസ്കോപ്പ് വെച്ച് ആ വാക്യത്തെ ഏത് കോണുകളിലൂടെ ദർശിച്ചാലും it would bring volumes of messages before us. അതിൽ നിന്ന് എത്രയോ വാല്യൂംസ് ഓഫ് സന്ദേശങ്ങൾ ലഭിക്കുന്നതാണ്. We have heard a lot about it. അതിനെക്കുറിച്ച് ധാരാളം നാം കേട്ടിട്ടുണ്ട്. We have preached from that verse. അതിൽ നിന്ന് പ്രസംഗിക്കാറുണ്ട്. But don't stop there. എന്നാൽ അവിടെ നിർത്തരുത്. Let the Spirit of God speak to you and me once again this evening. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഒന്നുകൂടെ സംസാരിക്കട്ടെ. There we read like this. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു. For God so loved the world that he gave his only begotten Son, തന്റെ that whosoever believeth in him should not perish but have an everlasting life. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. Praise God for that verse in the Bible. വേദപുസ്തകത്തിൽ ആ വാക്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. As I said, you can look at that verse and do many things. ആ വാക്യത്തിലേക്ക് നോക്കി നമുക്ക് പല നിലയിൽ പഠിക്കാൻ കഴിയും. It is an answer to 7 questions of man's mind. മനുഷ്യന്റെ മനസ്സിൽ ഉരിഞ്ഞു വരുന്ന 7 ചോദ്യങ്ങൾക്ക് അതിൽ ഉത്തരമുണ്ട്. They say if you break open man's brain, മനുഷ്യന്റെ ആ തലച്ചോറ് നാം അടർത്തി നോക്കിയാൽ you will find only interrogative signs. അവിടെ പല ക്വസ്റ്റ്യൻസ് കാണുവാൻ കഴിയും. Man has filled his mind with questions after questions. മനുഷ്യന്റെ തല മുഴുവനും ചോദ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. This one verse will give answer to 7 questions. ഈ വാക്യം 7 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു. You ask who? ഒന്നാമത്തേത് ആര്? The verse says God. ദൈവം എന്നുള്ള ഉത്തരം അവിടെ God. എന്ത്? Loved. സ്നേഹം. Whom? ആർക്ക്? The world. ഈ ലോകത്തിന്. How? എങ്ങനെ? That he gave his only begotten Son. തന്റെ ഏകജാതനായ പുത്രനെ നൽകി. Why? എന്തുകൊണ്ട്? That you should not perish. നിങ്ങൾ നശിച്ചു പോയിരിക്കണം. Then what?
അതുകൊണ്ടെന്ത്? So you should have eternal life. നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും. How can I have that? എങ്ങനെ എനിക്കത് പ്രാപിക്കാം? If you believe in the Lord Jesus Christ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. Questions might come, but the answer is in the person of the Lord Jesus Christ. ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുമെന്ന എല്ലാറ്റിനും ഉത്തരം കർത്താവായ യേശു ക്രിസ്തു എന്ന വ്യക്തിയിലുണ്ട്. But as we read that verse, നാം ആ വാക്യം വായിക്കുമ്പോൾ that we might comprehend the love of the Lord Jesus നാം Christ, ദൈവ സ്നേഹത്തെ ഗ്രഹിക്കുവാനായിട്ട് കഴിയും. the breadth of it, അതിന്റെ വീതി, the length of it, അതിന്റെ നീളം, the height of it, അതിന്റെ ഉയരം, the depth of it. അതിന്റെ ആഴം. The word of God demands that we should comprehend it in this dimensions. ഈ അളവുകളിൽ ഇത് ഗ്രഹിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. Look at the same verse again. ആ വാക്യം തന്നെ ശ്രദ്ധിക്കുക. For God so loved the world, ദൈവം ലോകത്തെ സ്നേഹിച്ചു. from heaven to world, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക്, God to man. ദൈവത്തിൽ നിന്ന് മനുഷ്യനിലേക്ക്. Look at the length of that love. അതിന്റെ നീളം നോക്കുക. Then that whosoever believeth in him, ആരൊക്കെ അവനിൽ വിശ്വസിക്കുന്നുവോ, the breadth of that love, അതിന്റെ വീതി നോക്കുക. that they should not perish, അവർ നശിച്ചു പോകാതെ, the depth of that love, അതിന്റെ സ്നേഹത്തിന്റെ ആഴം, but have eternal life, ആ നിത്യജീവൻ ലഭിക്കും. the height of that love. ആ സ്നേഹത്തിന്റെ ഉയരം. Praise God for such words in the Bible. അങ്ങനെയുള്ള വാക്യങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. As you consider these 4 factors or 4 dimensions of God's love, ദൈവ സ്നേഹത്തിന്റെ ഈ 4 അളവുകളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, let me first turn your attention to explain this little more. ഞാൻ ഇത് അല്പം കൂടെ വിശദീകരണത്തിനായിട്ട് നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. You can turn to John's Gospel in chapter 4. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിയാം. And an interesting thing you will find there. അവിടെ വളരെ രസകരമായ നിലയിൽ ചില കാര്യങ്ങൾ നമുക്ക് A കാണുവാൻ കഴിയും. Samaritan woman coming to the well as usual to collect the water. ശമരിയക്കാരി സ്ത്രീ വെള്ളം കോരുവാനായിട്ട് കിണറിനരികിലേക്ക് വന്നിരിക്കുകയാണ്. But this day was a different day in her life. അവളുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ ഒരു ദിവസമായിരുന്നു. As she come to the well, she finds that the Lord Jesus Christ is sitting there. അവൾ കിണറിനരികെ വന്നപ്പോൾ യേശു കർത്താവ് അവിടെ ഇരിക്കുന്ന അവൾ കണ്ടു. John 4, you can compare verse 7 with verse 15. 4-ാം അധ്യായം 7-ാം വാക്യവും 15-ാം വാക്യവും ശ്രദ്ധിച്ചാൽ, In verse 7 we find the Lord Jesus Christ is asking her, give me some water. അവിടെ യേശു ക്രിസ്തു ശമരിയക്കാരി സ്ത്രീയോട് എനിക്ക് കുടിപ്പാൻ വെള്ളം തരണമെന്ന് ചോദിക്കുന്നു. But when you come to verse 15, 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ the situation is totally changed. അവിടുത്തെ സാഹചര്യം പെട്ടെന്ന് മാറി മറിയുകയാണ്. Now the woman is asking, Lord, give me this water. ഇപ്പോൾ സ്ത്രീ കർത്താവിനോട് ചോദിക്കുകയാണ്, എനിക്ക് വെള്ളം തരണം. How could that situation change immediately? എങ്ങനെയാണ് ഈ സാഹചര്യം പെട്ടെന്ന് മാറിയത്? It is because what is written in between verses 8 and verse 13. 8-നും 13-നും ഇടയിൽ ചില കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. What is mentioned there is this. അവിടെ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? There is so much to talk from that passage. അതിൽ നിന്ന് ധാരാളം പറയുവാനായിട്ടുണ്ട്. There is one thing that comes out as in their discussion. അവരുടെ സംഭാഷണത്തിൽ ഒരു കാര്യം പുറത്തു വരുന്നു. The woman said to the Lord Jesus Christ, ആ സ്ത്രീ യേശുക്രിസ്തുവിനോട് പറയുകയാണ്, and in reply to what the Lord talked to her, കർത്താവ് അവളോട് പറഞ്ഞതിന് മറുപടിയായിട്ട് പറയുക, Sir, thou hast nothing to draw with, verse 11, and the well is deep, from whence then hast thou that living water? 11-ാം വാക്യം, സ്ത്രീ അവനോട്, യജമാനേ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണറ് ആഴമുള്ളതാകുന്നു. Notice the question that she immediately asked to the Lord. അവൾ കർത്താവിനോട് പെട്ടെന്ന് ചോദിച്ച ചോദ്യം ശ്രദ്ധിക്കുക. Art thou greater than our father Jacob? നീ ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ? Art thou greater than our father Jacob? ഞങ്ങളുടെ യാക്കോബിനേക്കാൾ നീ വലിയവനാണോ? Now the scope of Jacob's well, she knew about it. ആ യാക്കോബിന്റെ കിണർ നിമിത്തമായിട്ട് യാക്കോബിനെ കുറിച്ച് അവൾക്കറിയാം. The scope of the well of Jacob, ആ കിണറിന്റെ ആഴത്തെ കുറിച്ച് ശ്രദ്ധിച്ചാൽ, was for himself, അത് അവൾക്കാണ്, was for his relatives, അവളുടെ ബന്ധുക്കൾക്ക്, was for his cattle and flock. ആട് മാടുകൾക്ക് വേണ്ടിയുള്ളതാണ്. It was very much limited there. അത് അവിടെ പരിധി അതിനുണ്ട്. But when she asked that question to the Lord, അവൾ കർത്താവിനോട് ചോദ്യം ചോദിക്കുമ്പോൾ, look at the reply the Lord Jesus Christ gave. കർത്താവ് നൽകിയ മറുപടി ശ്രദ്ധിക്കുക. Verse 13 we read, 13-ാം വാക്യത്തിൽ, Jesus answered and said unto her, യേശു അവളോട് പറഞ്ഞു, whosoever drinketh this water shall thirst again. ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. Now verse 14, 14-ാം വാക്യം, but whosoever drinketh of the water that I shall give him shall never thirst, but the water that I shall give him shall be in him a well of water springing up into everlasting life. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവന് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരുമെന്ന് ഉത്തരം പറഞ്ഞു. Praise God for that answer. ആ ഉത്തരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I don't know whether you noticed that sentence. ആ വാക്യം നിങ്ങൾ നോക്കിയില്ലെന്ന് എനിക്കറിയില്ല. And one word in that sentence, ആ വാക്യത്തിൽ ഒരു പ്രധാന വാക്കുണ്ട്. the Lord while replying to her
said like this, കർത്താവ് മറുപടി പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, Jacob's well had a limited scope, യാക്കോബിന്റെ കിണറിന് ഒരു പരിമിതിയുണ്ട്. but the water that I give is for whosoever. എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്ന ഏവനും, ഏവനും. Nobody else could come to Jacob's well. യാക്കോബിന്റെ കിണറിൽ എല്ലാവർക്കും വരുവാൻ കഴിയില്ല. But the water that Jesus Christ gives is available for anybody. എന്നാൽ യേശുക്രിസ്തു കൊടുക്കുന്ന വെള്ളം അത് എല്ലാവർക്കും ലഭ്യമാണ്. The breadth of that love we find in he being the greater than Jacob. ആ കർത്താവ് കൊടുക്കുന്ന വെള്ളം ആ കിണറിന്റെ ആ യാക്കോബിന്റെ കിണറിനേക്കാൾ എത്രയോ വിശാലമാണ്. Yes, the Lord is greater than Jacob. നമ്മുടെ കർത്താവ് യാക്കോബിനേക്കാൾ വലിയവനാണ്. Because Jacob's scope was limited. യാക്കോബിന്റെ ആ കിണറ് അത് പരിമിതിയുള്ളതാണ്. But the blessings of the Lord Jesus Christ are unlimited. എന്നാൽ യേശുക്രിസ്തു നൽകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് അത് പരിധിയില്ലാത്തതാണ്. So this evening I want to tell you at the outset, ഇന്ന് രാത്രി ഞാൻ ഇതിന്റെ മൊത്തത്തിൽ ഇങ്ങനെ പറയട്ടെ, you could fall in that category of whosoever. നിങ്ങൾ ആ ഏവനും എന്നുള്ളതായിരിക്കുന്ന ആ കൊട്ടേഷൻ നിങ്ങൾക്ക് ഉൾപ്പെടാം. Jesus Christ did not come for Christians, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല യേശുക്രിസ്തു വന്നത്, not to establish a Christian religion. ഒരു ക്രിസ്തീയ മതം സ്ഥാപിക്കാനുമല്ല. He came to save people from their sins. ആ ആളുകളെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് അവൻ വന്നത്. Oh, how people of this world have divided themselves because of many factors. പലവിധമായ കാരണങ്ങളാ മനുഷ്യർ തന്നെത്താൻ വിഭജിച്ചു You കഴിയുകയാണ്. may be of any religion today. ഒരുപക്ഷെ നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട You may വ്യക്തിയായിരിക്കാം, be following any person today. ഒരുപക്ഷെ വ്യത്യസ്ത നിലകളിൽ പെട്ട You may വ്യക്തിയായിരിക്കാം, be educated or uneducated. വിദ്യാഭ്യാസമുള്ളവനോ You വിദ്യാഭ്യാസമില്ലാത്തവനോ, may be rich or poor. ഒരുപക്ഷെ പണക്കാരനോ You പാവപ്പെട്ടവനോ, may be fair or black. ഒരുപക്ഷെ കറുത്തവനോ വെളുത്തവനോ, You may be of any caste or creed. ഏത് മതത്തിലോ ഏത് സംഹിതയിലോ പെട്ട വ്യക്തിയായിരിക്കാം. Whosoever comes to the Lord Jesus Christ, എന്നാൽ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഏതൊരു വ്യക്തി വരുന്നു, the breadth of the love of the Lord Jesus Christ, he being greater than Jacob. ദൈവത്തിന്റെ ആ സ്നേഹം യാക്കോബിന്റെ കിണർ